തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശ്രീമതി രാധാദേവിയുടെ കഥ എന്തുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയപ്പെടുന്നില്ല? രാധാകൃഷ്ണന്മാരുടെ ഇടയിലുള്ള ആ ഒരു സന്ദേശങ്ങൾ പ്രധാനമായും കൈമാറിയിരുന്നത് ശുഗ എന്ന തത്തയായിരുന്നു. തൻ്റെ കർത്തവ്യം ശുഗ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. രാധാദേവിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ശുഗ. രാധാദേവിയുടെ അവസാന ശ്വാസം വരെ ശുഗ ദേവിയുടെ കൂടെയുണ്ടായിരുന്നു. ദേവി ഭൂലോകവാസം വെടിയുന്ന സമയത്ത് തൻ്റെ ചിറകുകൾ ഇട്ടടിച്ച് പരിഭ്രാന്തിയോടുകൂടി പറക്കുകയായിരുന്നു ശുഗ. അപ്പോൾ രാധാദേവി ശുഗയോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരുവാൻ കഴിയില്ല ശുഗ. നിനക്ക് ഭഗവാന്റെ ലീലകൾ, കണ്ണൻ്റെ ലീലകൾ ഇവിടെ ഈ ഭൂവാസികളിലേക്ക് എത്തിക്കാനുണ്ട്. അങ്ങനെ ശുഗ എന്ന തത്ത പിന്നീട് വ്യാസമുനിയുടെ മകനായി ശുഗൻ എന്ന പേരിൽ ജന്മമെടുത്തു. നാഗത്താൽ 7 ദിവസത്തിനകം മരണപ്പെടുമെന്ന ശാപത്താൽ കഴിയുന്ന പരീക്ഷിത്തു മഹാരാജാവിന് മോക്ഷപ്രാപ്തിക്കായി ശുഗമുനിയാണ് 7 നാൾ കൊണ്ട് ഭാഗവതം പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ചരിതം പറയുന്ന സമയത്ത് ശ്രീമതി രാധാറാണിയുടെ നാമം പറഞ്ഞാൽ ശുഗമുനി നിർവികൽപ്പ സമാധിയിലേക്ക് പോവും. അത്രമാത്രമായിരുന്നു രാധാകൃഷ്ണ പ്രണയത്തിൽ ശുഗമുനിയുടെ ആത്മാവ് സാക്ഷ്യം വഹിച്ചത്. രാധാദേവിയുടെ നാമം പുറത്തുച്ചരിക്കാതെ മുനി ദീർഘനിശ്വാസമെടുത്ത് കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരിക്കും മുനി. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ രാധാദേവിയെ പരാമർശിക്കാത്തത്. എന്നിട്ടും മുനി അറിയാതെ ഒരു വട്ടം ആരാധിത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരാധിതയായ ആ ഗോപിക മാത്രം കൃഷ്ണനെ എല്ലാ സ്വരൂപത്തിലും ദർശിച്ച് ഭജിച്ചു. കൃഷ്ണന് പ്രിയപ്പെട്ടവളായി മാറി. കൃഷ്ണനെ ആത്മാവ് കൊണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്നൊരു ഭക്തനു മാത്രമേ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ചരിതം മുഴുവനിലും രാധയുടെ നാമം മറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയാനാകൂ. രാധാദേവിയുടെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരുവാൻ ആവൂ. രാധേ രാധേ എന്ന നാമം ഉച്ചരിക്കുമ്പോഴാണ് സത്യത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നത്. രാധാദേവി ഭഗവാനെ സ്നേഹിച്ചതുപോലെ ആത്മാവ് കൊണ്ട് ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവർക്കും ശ്രീ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം.